അവർക്ക് നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിലാണ്. മസ്കറ്റിലെ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഗ്രാൻഡ് മോസ്ക്. മോസ്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി 9ഓളം നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ബോർഡ് സന്ദർശികൾക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമതായി പറയുന്നത് വിസിറ്റേഴ്സ് ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ 11 മണി വരെ, സാറ്റർഡേ തുടങ്ങി തേഴ്സ്ഡേ വരെയാണ്. ഫ്രൈഡേ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. രണ്ടാമതായി പറയുന്നത് പുരുഷന്മാർ ഡീസൻ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ചിരിക്കണം. അതുപോലെ സ്ത്രീകൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. കൈകളും കാലുകളും തലയും മറച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ അതിൽപ്പെടുന്നു. ഗ്രാൻഡ് മോസ്കിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പായി ഈ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. സൈനികരുടെ സെക്യൂരിറ്റി പരിശോധനയ്ക്ക് ശേഷം നമ്മൾ വന്നിറങ്ങുന്നത് വലിയൊരു ഗാർഡനിലേക്കാണ്. ഫൗണ്ടനും പൂക്കളും പുൽത്തകിടികളുമൊക്കെയായി വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്ന വലിയൊരു ഗാർഡൻ. നമ്പർ പ്ലേറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ചാരികളുടെ ചെറു സംഘങ്ങൾ പോകുന്നത് കാണാം. ഗ്രൂപ്പിൻ്റെ വളണ്ടിയേഴ്സ് ആയിരിക്കണം നമ്പർ പ്ലേറ്റ് കയ്യിൽ പിടിച്ച് മുന്നിൽ നടക്കുന്നത്. ഓരോ ചെറു സംഘങ്ങൾക്കും ഓരോ ഗൈഡുകളെയും കാണാം. ഗ്രാൻഡ് മോസ്കിൻ്റെ ചരിത്രവും മനോഹാരിതയും വിവരിച്ചുകൊണ്ട് അവർ സഞ്ചാരികളെ നയിക്കുന്നു. സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിൻ്റെ കുറിച്ച് ചരിത്രം പറയാതെ നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. 1992 ഒമാനിലെ സുൽത്താനായിരുന്ന ഖാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദ് തൻ്റെ രാജ്യത്തിനായി ഒരു ഗ്രാൻഡ് മസ്ജിദ് വേണമെന്ന് ആദ്യമായി നിർദ്ദേശിക്കുന്നത്. 1991 ഈ പറയപ്പെടുന്ന മസ്ജിദിൻ്റെ രൂപകൽപ്പനയ്ക്കായി ഒരു മത്സരം തന്നെ നടന്നു. അവസാനം മത്സരത്തിൽ വിജയിച്ചത് കെട്ടിട നിർമ്മാണ കമ്പനിയായ കരില്ലിയൻ അലാവി എന്ന കമ്പനിയായിരുന്നു. അവർക്ക് കരാർ നൽകപ്പെട്ടു. 1994 ഡിസംബർ മാസത്തിൽ ബൗഷറിൽ അതിനായി ഈ മസ്ജിദിന് വേണ്ടിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കപ്പെടുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ ഏകദേശം 6 വർഷവും 7 മാസവും എടുത്തു. നമ്മൾ വിശാലമായ ഗാർഡനിൽ നിന്ന് നടന്ന് മോസ്കിൻ്റെ അടുത്തെത്തി. 4 വശങ്ങളിലായി ഓപ്പണായ ടൈൽ വിരിച്ച ഭാഗങ്ങൾ ഇവിടെ കാണാം. ഇവിടെ ഏകദേശം 8000 പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാം. പ്രധാന മുസല്ലയിൽ 6500-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ വനിതകളുടെ മുസല്ലയിൽ 750 പേർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. പുറത്തെ ടൈൽ വിധിച്ച പാദങ്ങളിലും ഉൾനാഴികളിലും ഇടനാഴികളിലൊക്കെയായി ഏകദേശം 20,000 പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഈ ഗ്രാൻഡ് മോസ്ക് ഒരുക്കി തരുന്നുണ്ട്. ഓപ്പണായി ടൈൽ വിരിച്ച ഭാഗങ്ങളിൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ ഇരുന്നും നിന്നുമൊക്കെ സഞ്ചാരികൾ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ക്യാമറ എവിടേക്ക് തിരിച്ചു വെച്ച് ഫോട്ടോ എടുത്താലും വല്ലാത്ത ഭംഗിയാണ്. അതിനാൽ ഫോട്ടോ എടുത്ത് മതി വരില്ല നമുക്ക്. ഈ കാണുന്ന ഷൂറാക്കി ചെരുപ്പുകൾ അഴിച്ചുവെച്ച് ഞാനൊരു പ്രാർത്ഥനാ ഹാളിൻ്റെ അകത്തേക്ക് കടന്നു. ഗ്ലാസ് കൊണ്ടും മരങ്ങൾ കൊണ്ടുള്ള മച്ചും എല്ലാം അതിമനോഹരമാണ്. അവിടെ ഇരുന്ന് ശാന്തമായി പ്രാർത്ഥിക്കുന്ന ചിലരെയും നമുക്ക് കാണാം. സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക് വിവിധതരം കല്ലുകളാൽ നിർമ്മിച്ചിരിക്കുന്നു. വാതിലുകൾ, ജനലുകൾ, അലങ്കാരങ്ങൾ എന്നിവയ്ക്കായി മരം, ഗ്ലാസ് എന്നിവ ഉപയോഗിച്ചു. കെട്ടിടത്തിന് ഏകദേശം 3 ലക്ഷം ടൺ ഇന്ത്യൻ സാൻഡ്സ്റ്റോൺ ഇറക്കുമതി ചെയ്തു.
പ്രാർത്ഥനാ ഹാൾ നടന്നു കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വന്നിറങ്ങുന്നത് ടൈൽ വിരിച്ച ഓപ്പൺ സ്പേസിലേക്കാണ്. ഈ കാണുന്ന ഭാഗമാണ് ഗ്രാൻഡ് മോസ്കിൻ്റെ റോഡിലേക്ക് ദർശനമുള്ള ഭാഗം. ഇവിടെ നിന്ന് നോക്കിയാൽ മുന്നിൽ അതിവിശാലമായ പൂന്തോട്ടം. അതിനുമപ്പുറം ചീറിപ്പായുന്ന സുൽത്താൻ ഖാബൂസ് റോഡിലെ വാഹനങ്ങൾ. ആ കാണുന്ന വലിയ കെട്ടിടം സുപ്രീം കോർട്ട് ഓഫ് ഒമാൻ. എന്ത് ഭംഗിയാണ് ഇവിടെ നിന്ന് സുൽത്താൻ ഖാബൂസ് റോഡ് തന്നെ കാണാൻ. 100-110 സ്പീഡിൽ പായുന്ന കാറുകളും മറ്റു വാഹനങ്ങളും കാണാൻ. എന്നാൽ പ്രധാന കാഴ്ച നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒമാൻ ഗ്രാൻഡ് മസ്ജിദിൻ്റെ ഏറ്റവും ആകർഷകമായ ഭാഗം അതിൻ്റെ മെയിൻ പ്രാർത്ഥനാ ഹാളായ മുസല്ല ആണ്. അതുമാത്രമല്ല അവിടുത്തെ സെൻട്രൽ ഡോമും. അത് കാണാനായി ഞാൻ പതുക്കെ മെയിൻ പ്രാർത്ഥനാ ഹാളിലേക്ക് നടന്നു. മസ്ജിദിൻ്റെ പരിസരത്ത് 5 മിനാരങ്ങളാണ് ഉള്ളത്. പ്രധാന മിനാരത്തിന് 90 മീറ്റർ, ഏകദേശം 300 അടി ഉയരവും 4 സൈഡിലുള്ള മിനാരങ്ങൾക്ക് ഓരോന്നിനും 45.5 മീറ്റർ, ഏകദേശം 145 അടി ഉയരവുമാണ്. മസ്ജിദിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ ഈ മിനാരങ്ങളാണ് മുഖ്യ കാഴ്ച. മസ്ജിദിൻ്റെ ഇടനാഴികളിലൂടെ ഞാൻ ആ പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്ക് നടന്നു. ഒരുപാട് സഞ്ചാരികൾ അതിൻ്റെ അകത്ത് പ്രവേശിക്കാനായി നിൽപ്പുണ്ട്. അതിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശക ബോർഡിൽ 2 നിർദ്ദേശങ്ങളാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അത് പല ഭാഷകളിലായി എഴുതിയിരിക്കുന്നു. ഡു നോട്ട് ടച്ച് ദ വോൾ ഓർ എനിത്തിങ് എൽസ് ഇൻസൈഡ് ദ പ്രെയർ ഹാൾ. അതാണ് ആദ്യത്തെ നിർദ്ദേശം. രണ്ടാമതായി പറയുന്നത് ഡു നോട്ട് വാക്ക് ഓർ സ്റ്റാൻഡ് ഔട്ട്സൈഡ് ദ ബ്ലൂ കാർപ്പറ്റ്. മെയിൻ പ്രെയർ ഹാളിൻ്റെ അകത്ത് ഒരു ബ്ലൂ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ഈ ബ്ലൂ കാർപ്പറ്റിൻ്റെ പുറത്ത് നടക്കാൻ പാടില്ല എന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശം. ഈ നിർദ്ദേശങ്ങളൊക്കെ വായിച്ച് ഞാൻ സഞ്ചാരികളോടൊപ്പം പതുക്കെ ആ മെയിൻ പ്രെയർ ഹാളിലേക്ക് നടന്നു. ൽ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മസ്ജിദ് പണി കഴിഞ്ഞ കാലത്ത് ലോകത്തിലെ 2 വേൾഡ് റെക്കോർഡുകൾ ഈ ഗ്രാൻഡ് മോസ്കിന് സ്വന്തമായിരുന്നു. ഒന്നാമത്തേത് ലോകത്തിലെ ഏറ്റവും വലിയ ഹസ്തനിർമ്മിത കൈകളാൽ നിർമ്മിക്കപ്പെട്ട കാർപ്പറ്റ് ഉണ്ടായിരുന്നത് ഈ ഗ്രാൻഡ് മോസ്കിലാണ്. രണ്ടാമത്തെ പ്രത്യേകത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷാൻലിയർ ഉണ്ടായിരുന്നതും ഈ ഗ്രാൻഡ് മോസ്കിൽ തന്നെയാണ്. എന്നാൽ പിന്നീട് വന്ന പല നിർമ്മിതികളും ഈ വേൾഡ് റെക്കോർഡുകളെ മറികടന്നു. ഈ കാണുന്നതാണ് ഈ മസ്ജിദിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ഭാഗം. ഇത് അഭിമുഖീകരിക്കുന്നത് മക്കയിലേക്കാണ്. എൻ്റെ തൊട്ടടുത്തിരുന്ന ഗൈഡ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ സഞ്ചാരികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ഈ ഷാൻലിയറിൻ്റെ ഭംഗി എത്ര കണ്ടാലും മതി വരില്ല. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നായി ഞാൻ ഈ ഷാൻലിയറിൻ്റെ വീഡിയോ പകർത്തി. ഷാൻലിയറിൻ്റെ മലയാളം എനിക്ക് ചാന്ദ്രാകാന്തി എന്നാണ് ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ചാന്ദ്രാകാന്തികളിലൊന്നാണ് ഈ മസ്ജിദിലുള്ളത്. ഈ മസ്ജിദിലെ ചാന്ദ്രാകാന്തിയുടെ ഉയരം 14 മീറ്റർ, അതായത് 46 അടിയും ഇതിൻ്റെ ഭാരം 8.5 അടിയുമാണ്. സൊറോവസ്കി ക്രിസ്റ്റലുകളും സ്വർണം പൂശിയ ലോഹത്തിൻ്റെ അലങ്കാരങ്ങളുമുള്ള ഈ ചാന്ദ്രാകാന്തി ഷാൻലിയർ അതിമനോഹരമായ ഒരു ദൃശ്യ വിസ്മയമാണ്. നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ തട്ടിയും തടഞ്ഞുമാണ് വീഡിയോ ചിത്രീകരിച്ചത് തന്നെ. അങ്ങനെ മെയിൻ പ്രാർത്ഥന ഹാള് കണ്ട് ഷാൻലിയറിൻ്റെ ഭംഗി ആസ്വദിച്ച് ബ്ലൂ കാർപ്പറ്റിലൂടെ നടന്ന് ഞാൻ മെയിൻ പ്രാർത്ഥന ഹാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. എല്ലാ പ്രാർത്ഥനാ ഹാളുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വന്നെത്തുന്നത് വിശാലമായ ടൈൽ വിരിച്ച കോറിഡോറുകളിലേക്കാണ്. ആ വിശാലമായ ടൈൽ വിരിച്ച കോറിഡോറുകളുടെ ചിത്രങ്ങൾ ഞാൻ എൻ്റെ ക്യാമറയിൽ വീണ്ടും ഒരിക്കൽ കൂടി പകർത്തി. എത്ര കണ്ടാലും മതി വരാത്ത അതിമനോഹരമായ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്. മോസ്കിലെ എല്ലാ കാഴ്ചകളും കണ്ടിറങ്ങി ഞാൻ പുറത്തേക്ക് നടന്നപ്പോഴും തിരിഞ്ഞു നിന്ന് ഒരിക്കൽ കൂടി ആ ഗ്രാൻഡ് മോസ്കിൻ്റെ ചിത്രം എൻ്റെ ക്യാമറയിൽ പതിപ്പിച്ചു. ഇനിയും 1000 സഞ്ചാരികൾക്കായി സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക് കാത്തിരിക്കുന്നു. അത്ഭുതങ്ങളുടെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്. മസ്കറ്റ് ഡേയ്സിൻ്റെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും goodbye.